ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കീ ഡെവലപ്മെൻറ്റ്സ് ആണ് നോക്കുന്നത്. നമ്മൾ ചൈന, റഷ്യ, നോർത്ത് കൊറിയ ഇവരുടെ ഒരു കൂട്ടുകെട്ട് ഇത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവർ മൂന്നുപേരും തന്നെ ഒരു ലോങ് സ്റ്റാൻഡിങ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഈ ലോങ് സ്റ്റാൻഡിങ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ചൈനയും റഷ്യയും പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. കാരണം ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ശരിക്കും ചൈനയ്ക്കായാലും റഷ്യയ്ക്കായാലും ഉപാധികളൊന്നുമില്ലാതെ കിട്ടുന്ന ഒരു സഹായം അത് ശരിക്കും പറഞ്ഞാൽ നോർത്ത് കൊറിയയാണ്. അവർക്ക് ആ രീതിയിലുള്ള ഹെൽപ്പാണ് നോർത്ത് കൊറിയയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 10,000-ലധികം ഷട്ടിൽ നോർത്ത് കൊറിയയിൽ നിന്നും റഷ്യയിലോട്ട് പോയിട്ടുണ്ട് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം മാത്രം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ, അതായത് എല്ലാവർക്കും അറിയാം നോർത്ത് കൊറിയ എന്ന് പറഞ്ഞാൽ ഒരു അധോലോകമാണ്. ആ അധോലോകത്ത് ഇവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് എന്ത് സംഭവം ഇവർക്ക് മാനുഫാക്ചറിങ് ചെയ്ത് ഇവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇവരുടെ രാജ്യത്ത് എത്തിക്കാൻ കഴിയും. അതാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ശരിക്കും അമേരിക്കയ്ക്കും യൂറോപ്പിനൊക്കെ ഒരു ചാലഞ്ച് ഉണ്ടാക്കുന്നു എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഇന്നലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത് ചോദിക്കുകയാണ്, Did you approve of that pause? We want to put defensive weapons because Putin is not treating human beings right. He's killing too many people. So we're sending some defensive weapons to Ukraine, and I've approved that. റഷ്യയുമായിട്ട് നിങ്ങൾ സംസാരിച്ചല്ലോ, പുടിനുമായിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പുടിനുമായിട്ട് സംസാരിച്ചത് ഡിസ്കഷൻ അത്ര ഫ്രൂട്ട്ഫുൾ അല്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അടുത്ത ചോദ്യം പോകുന്നുണ്ട്, അപ്പോൾ ഈ പാട്രിയോട്ടിക് എയർ ഡിഫൻസ് സിസ്റ്റം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് തീരുമാനം? അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ മറുപടി പാട്രിയോട്ടിക് സിസ്റ്റം യെസ് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതിലുപരിയായിട്ട് ഇതിനകത്ത് ജർമ്മനിയും അതുപോലെ തന്നെ നോർവേയും ഇതിനു വേണ്ടിയിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ഒരു ബുദ്ധി മനസ്സിലാക്കിക്കോണേ. അമേരിക്ക ഇത്രയും നാളും ഞാൻ ഒരു രീതിയിലുള്ള സപ്ലൈയും ഉക്രൈന് കൊടുക്കത്തില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം കൊടുക്കാം എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് തന്നെ വലിയ സംഭവമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോഴും അമേരിക്ക എന്തെങ്കിലും എയ്ഡ് വഴിയാണോ കൊടുക്കുന്നത്? ഇല്ല. അമേരിക്ക എന്തെങ്കിലും രീതിയിലുള്ള സഹായമായിട്ടാണോ കൊടുക്കുന്നത്? അമേരിക്ക ഉക്രൈൻ്റെ മേളിലുള്ള ഏതെങ്കിലും നന്മ വിചാരിച്ചുകൊണ്ടാണോ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, നെവർ. അമേരിക്ക ഇതിന്റെ പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് മേടിക്കാൻ പോവാണ്. ഇതിന്റെ പേയ്മെന്റ് കൊടുക്കാൻ പോകുന്നത് ജർമ്മനിയും നോർവേയും. അവർ ഓൾറെഡി അഗ്രി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പാട്രിയോട്ടിക് മിസൈൽ സിസ്റ്റം വിൽക്കുകയാണ് ഉക്രൈന്. ഇതാണെങ്കിൽ ഒരു 35 വർഷം പഴക്കമുള്ള എയർ ഡിഫൻസ് സിസ്റ്റമാണ് പാട്രിയോട്ടിക് സിസ്റ്റം. അതിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, അതൊക്കെ ഓക്കെയാണ്. ആ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക വീണ്ടും അവരുടെ കച്ചവട താല്പര്യം ഇവിടെ സ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലുപരിയായിട്ട് 6,000 സോൾജേഴ്സിനെ നോർത്ത് കൊറിയയിൽ നിന്നും റഷ്യ കൊണ്ടുവരുന്നതായിട്ട് പറഞ്ഞിരുന്നു. അത് ഏതാണ്ട് 10,000-ന് മുകളിലാകാൻ പോവാണ്. അതാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരിക്കും ലുഹാൻസ്ക് ഒബ്ലാസ്റ്റ് അതേപോലെ തന്നെ ഡോണസ്ക് ഒബ്ലാസ്റ്റ് ഈ രണ്ടിന്റെയും എഡ്ജ് ഭാഗത്ത് ഞാൻ കാണിക്കുന്ന ഒരു മാപ്പ്, ഈ മാപ്പിൽ ആ യെല്ലോ കളറിൽ കാണുന്നതെല്ലാം തന്നെ റഷ്യയുടെ ഡോമിനൻസ് ആണ്. റഷ്യ ഇവിടെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കയറി പോവാണ്. അതാണ് ആ രംഗമാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഉക്രൈൻ്റെ തിരിച്ചടി ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവും, ഇല്ലാന്നില്ല. പക്ഷേ ഓഗസ്റ്റ് മാസത്തോടു കൂടി ഉക്രൈൻ ശക്തമായി തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അമേരിക്ക ഒരു മിസൈൽ സിസ്റ്റം, ഒരു 450 കിലോമീറ്റർ റേഞ്ച് ഉള്ള മിസൈൽ സിസ്റ്റം, ലോങ് റേഞ്ച് മിസൈൽ അവർ കൊടുക്കുന്നുണ്ട് ഉക്രൈന്. അതും കൂടി അവർ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്, അതും കൂടി അവർ സപ്ലൈ ചെയ്യുന്നുണ്ട് ഉക്രൈന്. അപ്പോൾ അത് കിട്ടുന്നതോടുകൂടി റഷ്യയുടെ നിർണായകമായിട്ട് സ്ഥലങ്ങളിൽ ഉക്രൈൻ്റെ ഉള്ളിൽ നിന്നും ടാർഗറ്റ് ചെയ്ത് പ്രിസൈസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ചെയ്താൽ തന്നെയും റഷ്യയ്ക്ക് വേണമെങ്കിൽ ഇന്റർസെപ്റ്റ് ചെയ്യാം, അത് വേറെ കാര്യം. റഷ്യ ഉക്രൈൻ യുദ്ധം വീണ്ടും അതിരൂക്ഷമായ പോരാട്ടത്തിലേക്ക് മുന്നോട്ട് നീങ്ങുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. Multiple intelligence report analysts, North Korea has already sent over 10,000 troops to support Russia in Ukraine. That's a staggering level of commitment for a country already under heavy sanctions. Experts say this alliance is no longer transactional, it's ideological. Both countries see themselves as anti-Western strongholds, united in opposition to NATO, US hegemony, and Western liberalism. Meanwhile, as Lavrov met with Kim, events on the battlefield in Ukraine escalated dramatically. On the very same day, Ukraine reported one of the largest aerial attacks of July. According to President Zelensky, Russia launched 597 Iranian-made Shahed drones. "26 cruise missiles, with at least 5 cities hit across Ukraine. Zelensky said more than 300 drones and 25 missiles were shot down,
But the attacks caused damage and raised new concerns about Russia's expanding drone supply, much of it sourced from Iran, and now potentially North Korea as well. So what does this all mean? Lavrov's back-to-back visits weren't just symbolic, they were strategic signaling. Russia is actively building a new military and diplomatic bloc, one where China brings economic strength and global influence. North Korea provides boots on the ground and military supplies. Russia leads the charge against the Western world order. This trio, bound by ideology and necessity, could present a serious long-term challenge to NATO and the West. Western nations have responded with concern, but not action. Sanctions are already in place. Military aid to Ukraine continues, but the formation of a hard alliance between Russia, China, and North Korea could force a strategic rethink in Washington, Brussels, and Tokyo. What's next? Expect increased weapons flow from North Korea to Russia. More joint drills or military coordination between these countries. And possibly a coordinated diplomatic offensive against US-led institutions like the UN and NATO. One thing is certain, Sergei Lavrov's whirlwind diplomatic tour has made one message loud and clear. Russia is not isolated, it's aligned. And the battle lines of a broader global confrontation may just be hardening, one meeting at a time. നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ റഷ്യ ഞാൻ മാപ്പിൽ കാണിക്കുന്ന ഇത്രയും ഏരിയ ഇപ്പം അവർ കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ ആരോ മാർക്കിട്ട് ഞാൻ കാണിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ റഷ്യൻ ആർമി കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോവാണ്. റഷ്യൻ ആർമിക്ക് സെപ്പറേറ്റ് ബ്രിഗേഡുകളാണ് ഉള്ളത്. അതിലൊരു ബ്രിഗേഡാണ് ഈ ചെച്ചൻ ബ്രിഗേഡ് എന്ന് പറയുന്നത്. ഈ ചെച്ചൻ ബ്രിഗേഡൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് അവർ സീക്രട്ട് ആയിട്ടുള്ള ഓപ്പറേഷൻസ് നടത്തുന്ന ആൾക്കാരാണ്. അതിരൂക്ഷമായ നിലയിലുള്ള ആക്രമണങ്ങളാണ് റഷ്യ നടത്തുന്നത് ഉക്രൈൻ്റെ മേളിൽ. കാഷ്വാലിറ്റീസ് ഒന്നും ഒരു രീതിയിലും പുറത്ത് വരുന്നില്ല കേട്ടോ. നല്ല രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ട്, പക്ഷേ ഒന്നും തന്നെ പുറത്ത് അറിയാൻ കഴിയുന്നില്ല. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇനിയിപ്പോൾ നമ്മൾ ഏഷ്യൻ സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ചൈന വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ചൈന വിസിറ്റ് ചെയ്യുന്നതിന് മെയിൻ കാരണം റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് അവർ തരാം എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് വിഷയങ്ങളാണ് നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് വീക്ക് ചൈനയുമായിട്ട് സംസാരിച്ചിരുന്നത്. അന്ന് വിക്രമശ്രീയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോയത്. കൈലാഷ് മാൻസരോവർ ആ ഒരു പിൽഗ്രിമേജ് യാത്രയുമായിട്ട് ബന്ധപ്പെട്ട പെർമിഷനാണ് ഒരെണ്ണം, അത് ഓക്കെ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ് ഓൾറെഡി തന്നെ പോയി കഴിഞ്ഞു ആ ഒരു യാത്രയ്ക്ക്. ആ ഒരു വിഷയം ഒരു സൈഡിൽ ശരിയായിരുന്ന സാഹചര്യത്തിൽ റെയർ എർത്ത് എലമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നെഗോസിയേഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ദലായ് ലാമ 90ാമത്തെ വയസ്സിൽ ബർത്ത്ഡേ ആഘോഷിച്ചത്. അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുകയും നമ്മളുടെ ഇന്ത്യൻ മിനിസ്റ്റേഴ്സ് തന്നെ 2 പേര് ആ ഒരു ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കെടുക്കുകയും അതിനെ തുടർന്ന് ചൈനയ്ക്ക് അത് വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയും അങ്ങനെ ചൈന പെട്ടെന്ന് തന്നെ ഭയങ്കര ദേഷ്യത്തിലായി. അപ്പോൾ അങ്ങനെ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അവർ ഹാൾട്ട് ചെയ്ത് വെച്ച്. അപ്പോൾ വീണ്ടും ഇവിടെ നമുക്ക് മാരുതി പോലത്തെ കമ്പനികളൊക്കെ ഇവിടെ EV പ്രൊഡക്ഷൻ സപ്ലൈ ചെയിൻ തകർച്ചയിൽ കിടക്കുകയാണ്. മാനുഫാക്ചറിങ് കണ്ടിന്യൂറ്റി ഇല്ലാണ്ട് അത്തരം ഇലക്ട്രിക് വാഹനങ്ങളുടെ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെയൊക്കെ അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെന്റ് കുറച്ചുകൂടെ മുൻകൈ എടുത്ത് ഈ ചൈനയുമായിട്ട് ഈ രീതിയിലുള്ള നെഗോസിയേഷൻസിനൊക്കെ പോകുന്നത്. പക്ഷേ എന്നിരുന്നാലും ചൈന ഈ ടിബറ്റിന്റെ പേരിൽ ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു ബിൽഡായി വന്ന റിലേഷൻഷിപ്പിൽ ചെറിയൊരു വിള്ളൽ വീണിരിക്കുകയാണ്. വീണ്ടും ഇന്ത്യ ടിബറ്റുമായിട്ട് ബന്ധപ്പെട്ട കാർഡെടുത്ത് കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശക്തമായി തന്നെ അങ്ങ് കളിക്കണം. ഇന്ത്യക്കും വളരെ നിർണായകമായിട്ടുള്ള സ്ഥലമായിരുന്നു ടിബറ്റ്. അപ്പം അന്ന് ടിബറ്റിനെ ചൈന കയറി പിടിച്ചത് കൊണ്ടാണ് നമുക്കും ചൈനയ്ക്കും ഇടയിൽ ബോർഡറും ഈ വക കൺഫ്രണ്ടേഷൻസും ക്ലാഷും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു സമയത്ത് നമുക്കത് പറ്റി. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയ ദലായ് ലാമയെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ചൈന മുന്നോട്ടിറങ്ങുന്നുണ്ട്. പക്ഷേ ഇത് വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ ടിബറ്റിലെ ജനങ്ങൾക്ക് പുതിയൊരു ദലായ് ലാമയെ അങ്ങനെ വാടകയ്ക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ ദലായ് ലാമ മരിക്കുന്നവരെ ഒരു മാർഗവുമില്ല. അപ്പോൾ അതുകൊണ്ട് ചൈന വിചാരിക്കുന്നത് ഈ ദലായ് ലാമ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് പുള്ളി പുതിയ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഞാൻ മരിച്ചാലും എൻ്റെ അടുത്ത ജന്മത്തിൽ ഞാൻ വീണ്ടും വന്ന് ദലായ് ലാമയായിട്ട് തന്നെ ഇരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹീ ഈസ് ദ വൺ ആൻഡ് ഓൺലി അൾട്ടിമേറ്റ് ദലായ് ലാമ ഫോർ എവർ ഫോർ ടിബറ്റ്. അതാണ് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്.
അതായത് ഈ കൊടുത്ത മെസ്സേജ് എന്ന് പറഞ്ഞാൽ ടിബറ്റിലെ ജനങ്ങൾക്ക് കൊടുത്ത മെസ്സേജാണിത്. ഞാൻ എന്നേക്കും ദലായ് ലാമയായിട്ട് തന്നെ ഇരിക്കും. എന്നാൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലാമ വന്ന് അവിടെ ഇരുന്നാലും ഈ ദലായ് ലാമയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടായിരിക്കും ആൾക്കാർ അതിനെ കാണുന്നത്. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി പറഞ്ഞു വെച്ചത്. ഇത് ചൈനയെ ചെറുതായിട്ടല്ല ചൊടിപ്പിച്ചത്. അപ്പോൾ അതായത് നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ അഭയം കൊടുത്തിരിക്കുന്നത് അതൊക്കെ ശരി തന്നെ, പക്ഷേ ടിബറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ടിബറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചൈനയുടെ ഇൻറ്റഗ്രൽ പാർട്ടാണ് എന്നുള്ള രീതിയിലാണ് ചൈന അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും നിങ്ങൾ അഭയം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവര് വാ മൂടിക്കെട്ടാനും കൂടി നിങ്ങൾ പറയണം എന്നാണ് ചൈനയുടെ സൈഡിൽ നിന്നും ഇന്ത്യക്ക് വരുന്ന ഉപദേശം. കാരണം ഇപ്പോഴൊക്കെ ഉപദേശം വരും, കാരണം ഇപ്പോൾ ഇന്ത്യക്ക് ആവശ്യമാണ് റെയർ എർത്ത് എലമെന്റ്സ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കുള്ളിൽ വളരെ ശക്തമായ രീതിയിൽ റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇന്ത്യ പല രീതിയിലുള്ള പ്രോജക്റ്റുകൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഇൻക്ലൂഡിങ് കേരളത്തിലെ ആലുവയിൽ വരെ പ്രോജക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് സെൻട്രൽ ഗവൺമെന്റ്. അതാണ് ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയം. അതിലുപരിയായിട്ട് ഏഷ്യൻ സൈഡിൽ അടുത്തൊരു വിഷയം എന്ന് വെച്ചാൽ ഉൽഫ തീവ്രവാദികൾ. ഈ ഉൽഫ തീവ്രവാദികൾക്ക് മേളിൽ ഇന്ത്യ ഒരു ആക്രമണം നടത്തി എന്നുള്ളൊരു ക്ലെയിം വരുന്നുണ്ട്. ഇത് പറയുന്നത് ഉൽഫ തീവ്രവാദികൾ തന്നെയാണ്. അതായത് ശനിയാഴ്ച ടു ഞായറാഴ്ച ആ ഒരു രാത്രിയിൽ 150ഓളം ഡ്രോണുകൾ, ഈ ഡ്രോൺ എല്ലാം തന്നെ ഇസ്രായേലി ഫ്രഞ്ച് മെയ്ഡ് ഡ്രോണുകളാണ് ഇന്ത്യ ഉപയോഗിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു റിപ്പോർട്ടിൽ. അതിലുപരിയായിട്ട് അവർ 2 പേര് കൊല്ലപ്പെട്ടു. അവരുടെ കമാൻഡോസ് കാറ്റഗറിയിൽ വരുന്ന 2 പേര് കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ അവരുടെ ജനറൽ ആയിട്ടുള്ള ആൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയും കൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് അവർ പേരും വിവരമൊക്കെ അവർ എടുത്ത് പറയുന്നുണ്ട് ഇതിനകത്ത്. അതായത് അവർ പറഞ്ഞിരിക്കുന്നത് ഇൻവോൾവിങ് ഓവർ 150 ഡ്രോൺസ് ഓഫ് ഇസ്രായേലി ആൻഡ് ഫ്രഞ്ച് മേക്ക്. അതിലുപരിയായിട്ട് നയൻ അസോം, ഗണേഷ് അസോം, പ്രദീപ് അസോം എന്ന് പറഞ്ഞ 3 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ നയൻ അസോം, ഗണേഷ് അസോം കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രദീപ് അസോം ഗുരുതരമായ പരിക്കുകളോടുകൂടി അണ്ടർ ട്രീറ്റ്മെന്റിലാണ്, അതും കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 19ഓളം പേർക്ക് ഗുരുതരമായ പരിക്ക് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി ഇവരുടെ ഇൻഫ്ലുവൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇവരുടെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ മ്യാൻമർ ആ ബോർഡർ ഏരിയയിലാണ് ഇവരുടെ ഇൻഫ്ലുവൻസ്. തീർച്ചയായിട്ടും അസാം, മണിപ്പൂർ ആ മേഖലയിലാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇവരുടെ ഇൻഫ്ലുവൻസ് നാഗാലാൻഡിലുണ്ട്. പാങ്സോ പാസ്, ഈ പാങ്സോ പാസ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിനും ചൈനയ്ക്കും ഇടയിലുള്ള ആ ഒരു മേഖലയാണ് ആ പാങ്സോ പാസ്. ആ പാങ്സോ പാസിലും ഇവരുടെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണെന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരെന്താണ് ചെയ്തത്, ഇന്ത്യ എന്തുകൊണ്ടാണ് ഇവരുടെ മേളിൽ ഒരു ആക്രമണം നടത്തിയതെന്ന് പറഞ്ഞാൽ മണിപ്പൂരിലേക്കായാലും ശരി തന്നെ, അതുപോലെ തന്നെ ഇന്ത്യക്കുള്ളിൽ പല രീതിയിലുള്ള ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഇവരാണെന്നുള്ള കണ്ടെത്തൽ. ഇതിനു മുമ്പ് ഇവർ പല രീതിയിൽ മൾട്ടിപ്പിൾ ടൈം ഇവരുടെ ആയുധക്കടത്തൽ ഇന്ത്യ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. മണിപ്പൂരിൽ ഈ ഗവർണർ റൂള് മണിപ്പൂരിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ ആർമി അവിടെ ഡിപ്ലോയ് ചെയ്യുന്നത്, ഇന്ത്യൻ ആർമി. അപ്പോൾ അതുകൊണ്ട് ആർമിയുടെ കണ്ടെത്തലാണ് ഈ ഉൽഫ തീവ്രവാദികൾ ത്രൂ ആണ് ഏറ്റവും കൂടുതൽ ആയുധം ഈ മണിപ്പൂരിന്റെ ഉള്ളിൽ ഈ കലാപത്തിനായിക്കോട്ടെ എന്തിന്റെ പേരിലെങ്കിലും ഇങ്ങോട്ട് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയതിന്റെ പേരിലാണ് ഇന്ത്യൻ ആർമി ഈ ഒരു നടപടി എടുത്തത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇത് ഇന്ത്യൻ ആർമി കൺഫേം ചെയ്യാത്ത പക്ഷത്തിൽ നമുക്ക് ഇതിനകത്തൊരു കമന്റും പറയാനില്ല ഇന്ത്യൻ ആർമി ചെയ്തു ഇല്ല എന്നുള്ളത്. ഇന്ത്യ ഉൽഫ തീവ്രവാദികളൊന്നും എന്തെങ്കിലും ചെയ്ത് കളയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് മണ്ടത്തരമാണ്. അതൊരിക്കലും സാധ്യമല്ല. പഴയ ഇന്ത്യ അല്ല ഇപ്പോൾ ഇരിക്കുന്ന ഇന്ത്യ. അതുകൊണ്ട് അത് അവർക്ക് നന്നായിട്ട് അറിയാം. അതിലുപരിയായിട്ട് ഞായറാഴ്ച ടു തിങ്കളാഴ്ച ഈ ഇന്നലെ രാത്രി, ആ രാത്രിയും കൂടി ഇന്ത്യ വീണ്ടും ആക്രമണം നടത്തി എന്ന് തന്നെയാണ് ഉൽഫ തീവ്രവാദികൾ വീണ്ടും പറഞ്ഞു വെക്കുന്നത്. അതായത് തുടരെ അടിക്കും, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ നല്ല രീതിയിലുള്ള മിലിറ്ററി ഡിപ്ലോയ്മെന്റ് അവിടെ ഉണ്ട് മണിപ്പൂരിൽ. അപ്പോൾ അതുകൊണ്ട് ഒട്ടും സംശയിക്കേണ്ടതില്ല, അടി ഇന്ത്യ കൊടുത്തിട്ടുണ്ടാവും. അത് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഉൾഫയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.